വർഷം 1993 ഫെബ്രുവരി. സാൻ ഹൊസോയിലെ ഒരു ചെറിയ കോഫി ഷോപ്പ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അകത്ത് ജീവിതത്തിലെ ഒരു വലിയ സാഹസത്തിന് തയ്യാറെടുക്കുന്ന 3 കൂട്ടുകാർ. അവരുടെ കയ്യിൽ ആകെ $30 മാത്രമാണുള്ളത്. അതായത് ഏതാണ്ട് അന്നത്തെ ഡോളർ നിലവാരം അനുസരിച്ച് 1000 രൂപ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമല്ലോ. ഈ ചെറിയ തുടക്കത്തിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ AI വിപ്ലവം ഉണ്ടായത്. ഒരുപാട് പ്രതിസന്ധികളെയും തോൽവികളെയും നേരിട്ട് അങ്ങനെയാണ് ഒരു സ്വപ്നം $1 ട്രില്യൺ കമ്പനിയായി മാറിയത് എന്നതിൻ്റെ തുടക്കം. ഇതാണ് ജെൻസൻ ഹുവാങ് എന്ന ആ വലിയ മനുഷ്യൻ്റെയും എൻവിഡിയ എന്ന കമ്പനിയുടെയും കഥ. തുടക്കം എളുപ്പമായിരുന്നില്ല. ജെൻസൻ ഹുവാങ്, ക്രിസ് മലച്ചോസ്കി, കർട്ടീസ് പ്രൈം, ഈ 3 പേരാണ് ആ കാപ്പിക്കടയിൽ വെച്ച് എൻവിഡിയ ആരംഭിച്ചത്. അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ലോകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരണം. അന്ന് 3D ഗ്രാഫിക്സ് വലിയ സംഭവമായിരുന്നില്ല. പക്ഷേ ജെൻസൻ അതിനൊരു വലിയ ഭാവി കണ്ടു. വീഡിയോ ഗെയിമുകൾ വെറും കളിയല്ലാതാകുന്ന ഒരു ലോകം, പുതിയ തരം കമ്പ്യൂട്ടിങ്ങിൻ്റെ തുടക്കം. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. അവർ NV1 എന്ന പേരിൽ ഒരു ചിപ്പുണ്ടാക്കി. പക്ഷേ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണം അത് ഗെയിമുകളിൽ അത്ര നല്ലതായിരുന്നില്ല. സിയേഴ്സിനുള്ള ചിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ കരാർ അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് തുടങ്ങിയ ഗെയിം കളിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ 1990കളിൽ ഗെയിം കളിക്കാനായി ഇറക്കിയ ഒരു വീഡിയോ ഗെയിം കൺസോളായിരുന്നു സെഗാ സാറ്റേൺ. അതോടെ എൻവിഡിയ ഏകദേശം പാപ്പരാകുമെന്ന അവസ്ഥയായി. തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുമോ എന്ന് ജെൻസൻ പേടിച്ചു. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു. പക്ഷെ ജെൻസൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ തോൽവിയിൽ നിന്നും അദ്ദേഹം പാഠം പഠിച്ചു. ഒരു വലിയ തീരുമാനമെടുത്തു: ഇനി നമ്മൾ സോഫ്റ്റ്വെയർ നോക്കിയല്ല ചിപ്പ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹാർഡ്വെയർ ആയിരിക്കും ഏറ്റവും പ്രധാനം. ഈ ചിന്തയാണ് എൻവിഡിയയുടെ ചരിത്രം മാറ്റിയെഴുതുന്നത്. അവർ ഡയറക്റ്റ് 3D, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഗ്രാഫിക് സിസ്റ്റം പിന്തുണയ്ക്കുന്ന ചിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. 1997 അവർ റിവ 128 എന്ന ചിപ്പ് പുറത്തിറക്കി. അതൊരു വലിയ വിജയമായിരുന്നു. പിന്നെ 1999 വന്ന GeForce 256 ആണല്ലോ ലോകത്തെ ആദ്യത്തെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ GPU എന്നറിയപ്പെടുന്നത്. അതൊരു സാധാരണ ഗ്രാഫിക്സ് കാർഡ് ആയിരുന്നില്ല. ഗ്രാഫിക്സ് ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രത്യേക പ്രോസസ്സർ ആയിരുന്നു അത്. അത് കമ്പ്യൂട്ടർ ഗെയിമിംഗ് ലോകത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചു. നമ്മളൊക്കെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ സിനിമ കാണാറുണ്ട്, ഗെയിം കളിക്കാറുണ്ട്, ഫോട്ടോ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇത്ര മനോഹരമായി വേഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ താരം വരുന്നത്: GPU അഥവാ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്. പേര് കേട്ട് പേടിക്കേണ്ട, ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറാണ് CPU എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. സാധാരണ എല്ലാ ജോലികളും CPU ആണ് ചെയ്യുന്നത്. എന്നാൽ ചിത്രങ്ങൾ, വീഡിയോകൾ, ഗെയിമുകൾ എന്നിവ പോലുള്ള കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായി കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു പ്രത്യേക സഹായമുണ്ട്. അതാണ് നമ്മുടെ GPU. പക്ഷേ ജെൻസന്റെ കാഴ്ചപ്പാട് അവിടെയും തീരുന്നില്ല. ഈ GPUകൾക്ക് ഗെയിമിങ്ങിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 2000ൻ്റെ പകുതിയോടെ ശാസ്ത്രജ്ഞന്മാർ വലിയ കണക്കുകൂട്ടലുകൾക്കായി GPU ഉപയോഗിക്കാൻ തുടങ്ങി. ഡീപ്പ് ലേണിംഗ് അഥവാ AI പഠനത്തിന് GPUസിൻ്റെ സമാന്തര പ്രോസസ്സിംഗ് കഴിവ് വളരെ മികച്ചതാണെന്ന് ജെൻസൻ മനസ്സിലാക്കി. അതൊരു വഴിത്തിരിവായിരുന്നു. 2012 അലക്സ്നെറ്റ് എന്ന AI മോഡൽ ചിത്രങ്ങളെ തിരിച്ചറിയുന്നതിൽ റെക്കോർഡ് തകർത്തത് എൻവിഡിയയുടെ GPU ഉപയോഗിച്ചായിരുന്നു. ഇതൊരു വലിയ സംഭവമായിരുന്നു. ലോകം AIയുടെ ശക്തി ശരിക്കും കാണുകയായിരുന്നു. എൻവിഡിയ വെറുമൊരു ഗെയിമിംഗ് കമ്പനിയിൽ നിന്ന് AI ലോകത്തിൻ്റെ നേതാവായി മാറുകയായിരുന്നു. ഇന്ന് റോബോട്ടുകൾ, സ്വയം ഓടുന്ന കാറുകൾ, മരുന്ന് കണ്ടുപിടുത്തം, സിനിമാ നിർമ്മാണം, നിങ്ങൾ കാണുന്ന മിക്കവാറും എല്ലാ ആധുനിക AI പ്രൊജക്റ്റുകളുടെയും പിന്നിൽ എൻവിഡിയയുടെ ശക്തമായ GPUകളുണ്ട്. ഒരു കാപ്പിക്കടയിൽ വെറും $30 തുടങ്ങിയ ആ യാത്ര
ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികൾ ഒന്നായി മാറിയിരിക്കുന്നു. Please welcome Jensen Huang. AI is able to solve more interesting problems for more industries and more companies. The purpose of GTC is to inspire the world on the art of the possible of accelerated computing. I love what we do. I love even more what you do with it. ഇതൊരു വെറും കമ്പനിയുടെ വളർച്ചയുടെ കഥയല്ല. ഇത് തോൽക്കാൻ മനസ്സിലാത്ത ഒരുവന്റെ കഥയാണ്. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റിയ ഒരു ധീരന്റെ കഥ. AI എന്ന ഭാവിയുടെ താക്കോൽ കണ്ടെത്തിയ ഒരു വലിയ മനുഷ്യന്റെ കഥ. And the machine was designed to be a thinking machine. A thinking machine in the sense that it reasons, it plans, it spends a lot of time talking to itself, just like you do. We spend most of our time generating words for our own mind, generating images for our own mind before we produce it. And so the thinking machine is really architecturally what Grace Blackwell was designed to do. It was designed to be one giant GPU. I compared it to GeForce for a good reason. GeForce is one GPU. So is GB200. It is one giant virtual GPU. Now we had to disaggregate it into a whole bunch of components, create a bunch of new networking technology and SerDes technology, incredibly low power, high energy efficiency interconnects to connect all of these chips and systems together into one virtual GPU. ജെൻസൻ ഹുവാങ്ങിൻ്റെയും എൻവിഡിയോയുടെയും കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തോൽവികളിൽ നിന്ന് പഠിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക, ഒപ്പം ആരും കാണാത്ത സാധ്യതകളെ കാണുക. മറ്റാരെങ്കിലും വെട്ടിയ വഴികളിലൂടെ നടക്കാതെ സ്വയം വഴിവെട്ടി നടക്കുക. കാരണം നിങ്ങളുടെ ചിന്തകൾ ഭാവിയെ റീഡിഫൈൻ ചെയ്യാനുള്ള ആശയങ്ങളുണ്ടായേക്കാം. അപ്പോൾ കാലം AI.